ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത്. കൂടുതൽ തിരിമറി നടന്നതായി അന്വേഷണത്തിൽ തന്നെ പറയുന്നുമുണ്ട്. ഇപ്പോൾ ശ്രീകോവിൽ നട അടയ്ക്കുമ്പോൾ ഭഗവാനെ യോഗനിദ്രയിൽ അണിയിക്കുന്ന യോഗദണ്ഡിന്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട ദേവസ്വം രേഖകളിലും അവ്യക്തത എന്ന വാർത്ത കൂടി പുറത്തുവരികയാണ്. 2019 ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളുടെ അറ്റകുറ്റപ്പണിക്ക് തൊട്ടു മുൻപാണ് യോഗദണ്ഡിന്റെ അറ്റകുറ്റപ്പണിയും നടന്നത്. ശ്രീകോവിലിനുള്ളിലെ ഗർഭാക്ഷേത്രത്തിൽ മാത്രം സൂക്ഷിക്കുന്ന യോഗദണ്ഡും ഇതോടൊപ്പം രുദ്രാക്ഷമാലയും അറ്റകുറ്റപ്പണിക്കായി ശബരിമലയ്ക്ക് പുറത്തുകൊണ്ടു പോയോ എന്നതിലാണ് വ്യക്തത കുറവുള്ളത്. സന്നിധാനത്ത് തന്നെയാണ് സ്വർണം ചുറ്റുന്ന പ്രവൃത്തി നടന്നതെന്ന് ദേവസ്വം ബോർഡ് വിശദീകരിച്ചുവെങ്കിലും അന്നത്തെ രേഖകളിൽ സ്ഥലം വ്യക്തമാക്കിയിട്ടില്ല. ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചിരുന്നുവെന്ന് സൂചനയുണ്ട് എങ്കിലും അക്കാര്യവും വ്യക്തമാക്കിയിട്ടില്ല. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്ന കാലത്ത് പന്തളം കൊട്ടാരം സമർപ്പിച്ചതാണ് യോഗദണ്ഡ്. ഹരിവരാസനത്തിന് ശേഷം അയ്യപ്പൻ നിദ്രയിലേക്ക് പ്രവേശിക്കുമ്പോൾ യോഗദണ്ഡും രുദ്രാക്ഷമാലയും അണിയിച്ചു വരുന്നു. തുടർന്ന് ഭസ്മാഭിഷേകം ചെയ്താണ് യോഗനിദ്രാവസ്ഥയിലേക്ക് കടക്കുന്നത്. 2019 മാർച്ച് 16 ദേവസ്വം ബോർഡ് തീരുമാനപ്രകാരം സ്വർണം ചുറ്റാൻ യോഗദണ്ഡും രുദ്രാക്ഷമാലയും പുറത്തെടുത്തിരുന്നു. ജയശങ്കർ പത്മൻ എന്ന വ്യക്തിയെ പണിക്ക് ചുമതലപ്പെടുത്തിയെന്നാണ് രേഖകളിലുള്ളത്. സ്വർണ്ണപ്പണിക്കാർ യോഗദണ്ഡിലെ സ്വർണ്ണ ചുറ്റുകൾ തൂക്കി 19.2 ഗ്രാം സ്വർണ്ണമെന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് 44.54 ഗ്രാം സ്വർണം ഉപയോഗിച്ചുകൊണ്ട് 18 സ്വർണ്ണ ചുറ്റുകളും അടിഭാഗത്ത് സ്വർണ്ണ കപ്പും തീർത്തു. രുദ്രാക്ഷമാലകൾ പുളിഞ്ചിക്കായി ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയതായി 2019 ഏപ്രിൽ 14 തയ്യാറാക്കിയ മഹസർ വ്യക്തമാക്കുന്നുണ്ട്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ സസ്പെൻഷനിലായ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ബി മുരാരി ബാബു, വിരമിച്ച എക്സിക്യൂട്ടീവ് ഓഫീസറായ ഡി സുധീഷ് കുമാർ, തിരുവാഭരണം കമ്മീഷൻ KS ബൈജു എന്നിവർ മഹസറിൽ ഒപ്പുവെച്ചിട്ടുമുണ്ട്. എന്നാൽ അതേസമയം തന്നെ ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമിക വിവരശേഖരണം തുടങ്ങിക്കഴിഞ്ഞു. അന്വേഷണം ഔദ്യോഗികമായി ആരംഭിക്കാൻ ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടിന് കാക്കുകയാണ് എങ്കിലും SIT അംഗങ്ങളിൽ ചിലർ ബുധനാഴ്ച വൈകിട്ട് ദേവസ്വം ആസ്ഥാനത്തെത്തി വിജിലൻസ് ഉദ്യോഗസ്ഥരെ കണ്ടിരുന്നു. സംഭവത്തിൽ സ്വമേധയാ എടുത്ത ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതി ദേവസ്വം ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്ക് നൽകിയ നിർദ്ദേശം. ഈ റിപ്പോർട്ട് ഇന്ന് തന്നെ SITക്ക് കൈമാറിയേക്കാനും സാധ്യതയുണ്ട്.